തമിഴ്നാട്ടിൽ തലൈക്കൂത്തൽ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു. ഇപ്പോഴും ചുരുക്കമായിട്ടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് പ്രായമായ കാരണവന്മാർ, പ്രത്യേകിച്ച് പുരുഷന്മാർ, അവർക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. വീട്ടിൽ കുത്തിയിരിക്കും, വീട്ടിൽ ശാപ്പാട് കഴിക്കാനായിട്ട് ഇരിക്കും. അപ്പോൾ ശാപ്പാട് കൊടുക്കാനായിട്ടുള്ള കഴിവുള്ള മക്കളായിരിക്കില്ല അവിടെ ഉണ്ടാവുക. അപ്പോൾ നേരെ മറിച്ച് അമ്മ പ്രായമായ ആണെങ്കിലും കൊച്ചുങ്ങളെയൊക്കെ അടുക്കള പണിക്കും അതുപോലെ തന്നെ കൊച്ചുങ്ങളെ നോക്കാനുമൊക്കെ സഹായിക്കും. അവരെ കൊണ്ട് ആവശ്യമുണ്ട്, ഈ അപ്പനെ കൊണ്ട് ആവശ്യമില്ല. അങ്ങനെ വരുമ്പം ഈ അപ്പൻ്റെ തലയിൽ ഈ കരിക്ക് വെട്ടിയിട്ട് കരിക്ക് വെള്ളം തലയിൽ ഒഴിച്ചു കൊടുക്കുന്നു. അത് തലയിത്താണ്, അയാൾക്ക് പനി പിടിക്കുന്നു, കുറച്ച് ദിവസത്തിനകം അയാൾ ചത്തുപോകുന്നു. ഇതാണ് തലയിക്കുത്തൽ. ഇത് വളരെ ക്രൂരവും പ്രാകൃതവുമായ ഒരു ആചാരമാണ്. പക്ഷേ ഇതൊക്കെ നടന്നിരുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ പോലും ചുരുക്കമായിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഒരു കാലം കഴിഞ്ഞാൽ മാതാപിതാക്കളെ ആവശ്യമില്ലാത്തൊരു സ്ഥിതി, അതിനെപ്പറ്റിയാണ് ഇത് പറയുന്നത്. ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ല. കാരണം നമ്മളെല്ലാം സെൽഫ് റിലയൻ്റ് ആണ്. നമുക്ക് നമ്മുടെ കാലിൽ തന്നെ നിൽക്കാനുള്ള കഴിവുണ്ട്. മക്കളുടെ സഹായമൊന്നുമില്ലെങ്കിലും ജീവിക്കാൻ കഴിയുന്നവരാണ് മിക്കവാറും എല്ലാവരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പെൻഷൻ ഇല്ലെങ്കിൽ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി എങ്കിലും ഉണ്ടാവും. ആ സോഷ്യൽ സെക്യൂരിറ്റി എങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കഴിയാൻ അതുകൊണ്ട് പറ്റില്ല എന്ന് വരും. പക്ഷേ നാട്ടിൽ പോയാൽ അവർക്ക് സുഖമായിട്ട് കഴിയാൻ കഴിയും. അപ്പോൾ ഈ മക്കളെ നോക്കണമെന്ന് നമ്മൾ ശടിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മക്കൾ ഒരു ഇൻഷുറൻസ് അല്ല. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയ്ക്ക് ഒരു അനുബന്ധം എന്ന നിലയിലാണ് ഞാനിത് ചെയ്യുന്നത്. മക്കൾ ഭാവിയിലേക്ക് വേണ്ടി നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ളൊരു ഇൻഷുറൻസ് അല്ല അവർ. നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന ഭാവിയിൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ മക്കൾ അങ്ങനെയല്ലല്ലോ. അവർ നമുക്ക് എന്തെങ്കിലും തിരിച്ചു തരണം എന്ന് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ഇൻഷുറൻസായിട്ട് അവരെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അവരെ അവരുടെ ജീവിതത്തിന് അവരുടെ പാട്ടിന് വിടുക. കാരണം അവർക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങൾ, അവരുടേതായ പ്രശ്നങ്ങൾ, അവരുടേതായ വിഷമതകൾ. അപ്പോൾ നമ്മൾ ഒരു ശല്യമാകുന്നത് ശരിയുമല്ല. പക്ഷേ ഇന്ത്യയിലെ സാഹചര്യത്തിൽ മക്കൾ നോക്കിയില്ലെങ്കിൽ കാരണവന്മാർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതി വരും. നമുക്കറിയാം അവിടുത്തെ സാമൂഹ്യ സ്ഥിതി അതാണ്, സാമ്പത്തിക സ്ഥിതി അതാണ്. മാതാപിതാക്കൾക്ക് അവർ ജീവിതം മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി കൊണ്ടുവരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊന്നുമില്ല, സ്വത്തുക്കളില്ല, ഒന്നുമില്ല, ആരോഗ്യവുമില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ മക്കൾ നോക്കിയില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? അതാണ് ഇന്ത്യയിലെ അവസ്ഥ ഇവിടെ. അപ്പം നമുക്കതേ ഒരു അവസ്ഥ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്നിപ്പോൾ പറയാനായിട്ടുള്ള കാര്യം, ഈ മനു ഫിലിപ്പ് എന്ന് പറഞ്ഞ് ഫ്ലോറിഡയിലുള്ള അദ്ദേഹം എഴുതിയൊരു ആർട്ടിക്കിൾ ഇപ്പോൾ ഈ മലയാളിയിലുണ്ട്. ഈ കാരണവന്മാരെ, പ്രായമുള്ളവരെയൊക്കെ ഇങ്ങനെ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നതിനെ പറ്റിയാണ്, അതിൻ്റെ ആ ദുഃഖകരമായ ഒരു അവസ്ഥയെ പറ്റിയാണ് അദ്ദേഹം പറയുന്ന നല്ലൊരു ഉദാഹരണമുണ്ട്. ഈ അമേരിക്കയിൽ ഈ പശുക്കൾ, കറവയുള്ള പശുക്കൾ യന്ത്രം മുഖേന കറന്നെടുക്കുന്നു. അപ്പോൾ ആ യന്ത്രം തന്നെ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്, എത്ര പാല് കിട്ടും. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് അതിന് പാല് കുറഞ്ഞിങ്ങ് വരുന്നു. അപ്പോഴത്തേക്ക് യന്ത്രം തന്നെ അത് മോണിറ്റർ ചെയ്തിട്ട് സന്ദേശം കൊടുക്കും, ഇതിൻ്റെ പാലെല്ലാം തീർന്നു, ഇനിയിപ്പം ഇതിൻ്റെ പാല് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, ഇതിനെക്കൊണ്ട് ഉപയോഗമൊന്നുമില്ല, അറുത്ത് അതിൻ്റെ ഇറച്ചി വെട്ടാനേ പറ്റൂ എന്ന് സന്ദേശം കൊടുക്കുന്നു. അപ്പോൾ ഈ യാന്ത്രികമായിട്ടാണ് ഇതെല്ലാം നടന്നു പോകുന്നത്. അപ്പോൾ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ കശാപ്പുശാലയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ മനുഷ്യർക്ക് വരരുത്. കാരണം മനുഷ്യരെ നോക്കേണ്ടത് പഴയ തലമുറയെ നോക്കേണ്ടത് പുതിയ തലമുറയുടെ കടമയാണ്. കാരണം പുതിയ തലമുറയും നാളെ അവരുടെ സ്ഥിതിയും ഇത് തന്നെ, അവരും വയസ്സരാവും, അവർക്കും ഇതേ കാലം, അവരും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടവരാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരവസ്ഥ നമുക്കില്ല. അങ്ങനെ ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഈ അമേരിക്കയുടെ ചില പ്രത്യേകതകൾ. അതേസമയം തന്നെ പലപ്പോഴും നമ്മൾ മുൻ വീഡിയോയിൽ ചെയ്ത പോലെ പലപ്പോഴും ഇവിടുന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ സമ്പാദിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ടും ഒക്കെ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് നാട് വേറെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി മറക്കേണ്ടതിൽ ഒരു സംവിധാനം എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലത് തന്നെ. കൊച്ചുമക്കളെയൊക്കെ വിട്ടുപോകാനുള്ള വിഷമത. ഇപ്പം കൊച്ചുമക്കളുമൊക്കെ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമില്ലെങ്കിൽ നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കേണ്ട കാര്യവുമില്ല. അവരായി അവരുടെ പാടായി ആ സ്ഥിതിയിലേക്ക് അങ്ങനെയും ചിന്തിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ റിട്ടയർമെൻറ്റ് കാര്യങ്ങൾ നമ്മുടെ സമൂഹം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ പണ്ടിവിടെ പറയുന്ന പോലെ നമ്മൾ ഈ സെമിത്തേരിയിലെ സ്ഥലം നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുമല്ലോ. പലരും ബുക്ക് ചെയ്യുന്നതാണ് ഭാവി കാര്യത്തെപ്പറ്റി. പക്ഷേ അവിടം വരെ എത്തണമല്ലോ എന്ന് പറഞ്ഞാൽ എന്നാണ് ആ ദിനം വരിക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ദിനം വരുന്നത് വരെയുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അപ്പോൾ എല്ലാവർക്കും ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ
ഒരു ധാരണയും അവബോധവും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ എന്തായിരിക്കും നാളെ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ധാരണ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഈ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിക്കുന്ന, വേണ്ടെന്ന് വെക്കുന്ന ഒരവസ്ഥ, അതും ഖേദകരമാണ്. അതിനേക്കാൾ ഖേദകരമായ വേറൊരു കാര്യമുണ്ട്. ഈ മാതാപിതാക്കൾ മക്കളെ നോക്കേണ്ടി വരുന്ന അവസ്ഥ. ചില മക്കൾക്കൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് രോഗമോ അസുഖങ്ങളോ അല്ലെങ്കിൽ പിന്നെ മാനസിക പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ട് അവരെ മാതാപിതാക്കൾ നോക്കേണ്ടി വരുന്നു, വൃദ്ധരായ മാതാപിതാക്കൾ നോക്കേണ്ടി വരിക. അങ്ങനെ ഒരു അവസ്ഥ എത്രയോ ഖേദകരം, എത്രയോ ദുഃഖകരമായൊരു കാര്യമാണ്. നാട്ടിലൊക്കെ നമ്മളത് കാണാറുണ്ട്. ഇവിടെ പിന്നെ കുറച്ചുകൂടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സംവിധാനങ്ങൾ കുറച്ചുകൂടി ഉണ്ട്. പിന്നെ സോഷ്യൽ സർവീസും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ കിട്ടും. അങ്ങനെ മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നോക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടുതലുണ്ട്. നാട്ടിലതില്ല. അപ്പോൾ അങ്ങനെയും ഉണ്ടാവാതിരിക്കട്ടെ. രണ്ട് രീതിയിൽ മക്കൾ മാതാപിതാക്കളെ നോക്കണം, അതേസമയം തന്നെ മാതാപിതാക്കൾ മക്കളെ നോക്കേണ്ട ഒരു ഗതികേട് അവർക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്തായാലും ഇതെല്ലാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആളുകളൊക്കെ ധാരാളമായിട്ട് പ്രായമാകുന്നതുകൊണ്ട്, ധാരാളം പേര് റിട്ടയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു.